ഇതിലേക്ക് വോട്ട് കൊള്ളയ്ക്കെതിരായ പോരാട്ടത്തിൽ ബീഹാറിൽ കരുത്തു തെളിയിക്കാൻ ഇന്ത്യ സഖ്യം. ബീഹാറിൽ തുടരുന്ന വോട്ടർ അധികാർ യാത്ര നാളെ സമാപിക്കും. അതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി പരാതി നൽകിയത് ആകെ 30,000 പേരാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. കരട് വോട്ടർ പട്ടികയിൽ പരാതി അറിയിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനമായ ബീഹാറിലെ സസറാമിൽ നിന്ന് ആരംഭിച്ച 16 ദിവസത്തെ വോട്ട് അധികാർ യാത്രയുടെ സമാപനം ചരിത്ര നിമിഷമാക്കി മാറ്റാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ സഖ്യം. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളും അണിനിരക്കുന്ന ശക്തിപ്രകടനം കൂടിയായി പട്നയിലെ സമാപന സമ്മേളനത്തെ മാറ്റുകയാണ് ലക്ഷ്യം. അതിനായി വലിയ ഒരുക്കങ്ങളാണ് പട്നയിൽ പുരോഗമിക്കുന്നത്. മഹാസഖ്യത്തിന്റെ പ്രവർത്തകരും അണികളുമായി ലക്ഷക്കണക്കിന് പേർ സമാപന സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് AICC അറിയിച്ചു. അതിനിടെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുടെ അവസാന ഘട്ടത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുകയാണ്. ഓഗസ്റ്റ് 1 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതായി 29,872 പേർ പരാതി നൽകിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 7,24,00,000 പേരാണ് പുതുക്കിയ കരട് വോട്ടർ പട്ടികയിലുള്ളത്. 1,97,764 പേർ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് പരാതി നൽകിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി 13,30,000 പേരുടെ പുതിയ അപേക്ഷകൾ ലഭിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ നിശ്ചയിച്ച സമയക്രമം പാലിച്ചു തന്നെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനുള്ള നീക്കത്തിലാണ് കമ്മീഷൻ. റിപ്പോർട്ടർ, ദില്ലി.